നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഒരു കഥ സൊല്ലട്ടുമ. ഈ ഒരു ഹെഡിങ്ങോടുകൂടി കഴിഞ്ഞ ദിവസം സമൂഹ മാധ്യമങ്ങളിൽ ഒരാൾ പങ്കുവച്ച വീഡിയോ വലിയ ചർച്ചയായിരുന്നു. മറ്റാരുമല്ലാതെ ശ്രീലേഖ തന്നെയാണ്. ആ കഥയിൽ അവർ വ്യക്തമായി തന്നെ കാര്യങ്ങൾ പറയുന്നു. കഥ ഇങ്ങനെ പോവുകയാണ്. ഒരു വീട്ടിൽ 10ാം ക്ലാസ്സിലും പ്ലസ് ടുവിനും പഠിക്കുന്ന 2 മക്കളുണ്ട്. വളരെ മികച്ച രീതിയിൽ പഠിച്ച ഡിസ്റ്റിങ്ഷനോട് കൂടി നിങ്ങൾ മാർക്ക് വാങ്ങിക്കുകയാണെങ്കിൽ അച്ഛൻ നിങ്ങൾക്കൊരു സമ്മാനം തരുന്നുണ്ടെന്ന് പറയുന്നു. അങ്ങനെ 2 കുട്ടികളും നന്നായി പഠിച്ച് പരീക്ഷയിൽ ഡിസ്റ്റിങ്ഷനോടുകൂടി മാർക്ക് വാങ്ങുന്നു. മൊബൈൽ ഫോണാണ് സമ്മാനമായി കൊടുക്കാമെന്ന് അച്ഛൻ വാഗ്ദാനം ചെയ്തത്. പക്ഷേ ആ മൊബൈൽ ഫോൺ രണ്ടുപേരും ഒരുപോലെ തന്നെ പഠിച്ച് മാർക്ക് വാങ്ങിച്ചതിനാൽ തന്നെ 2 മൊബൈൽ ഫോൺ വാങ്ങാൻ കഴിയാത്ത അച്ഛൻ ഒരു മൊബൈൽ ഫോൺ മാത്രമാണ് വാങ്ങിയത്. അപ്പോൾ കുട്ടികളോട് തന്നെ ചോദിക്കുകയാണ്, നിങ്ങൾക്ക് തീരുമാനിക്കാം ഇതിൽ ആർക്ക് ഈ മൊബൈൽ ഫോൺ നൽകണമെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാമെന്ന് പറയുകയാണ്. അപ്പോൾ കുട്ടികൾ ആലോചിച്ചതിന് ശേഷം പറയുന്നു, അച്ഛൻ തന്നെ തീരുമാനിച്ചോളൂ ആർക്കാണ് നൽകേണ്ടതെന്ന് കുട്ടികൾ പറയുന്നു. അച്ഛൻ പറയുന്നു, ശരി, എന്നാൽ മൂത്ത മകന് നൽകാം, കാരണം അവൻ കുറച്ചുകൂടി നന്നായി അത് ഉപയോഗിക്കാൻ അറിയാം, അവന് കുറച്ചുകൂടെ നന്നായി തന്നെ അത് കൈകാര്യം ചെയ്യാനും അറിയാം എന്ന് പറഞ്ഞുകൊണ്ട് മൂത്ത മകന് കൊടുക്കുകയാണ്. ഇളയ മകൻ അതിൽ യാതൊരുവിധ വിഷമവുമില്ല, സന്തോഷം മാത്രമാണ് ഉള്ളത്. എന്നാൽ ഇളയ മകന്റെ സുഹൃത്തുക്കൾ പറയുന്നത്, എടാ നിനക്ക് ഇത്രയ്ക്ക് വിവരമില്ലേ, നിനക്ക് അച്ഛൻ തന്നപ്പോൾ വേണമെന്ന് പറഞ്ഞുകൂടായിരുന്നോ, എന്തിനാണ് അച്ഛൻ്റെ അച്ഛന് എന്തിനാണ് അഭിപ്രായം നൽകാനായി കൊടുത്തത്, നിനക്ക് ഭ്രാന്താണ്, നിനക്ക് പോയി ചത്തൂടെ എന്നൊക്കെ ഇളയ മകൻ പറയുന്നുണ്ട്. ഇളയ മകനോട് മാത്രമല്ല, നാട്ടുകാരോടും വീട്ടുകാരോടും പലരോടും ഇതേ കാര്യം പറഞ്ഞ് ആ ഇളയ മകനെ കുത്തി നോവിപ്പിക്കുന്നുണ്ട്. ഇത് തന്നെയാണ് ചില മാപ്രകൾ ഇവിടെ നടത്തുന്നത് എന്നാണ് ശ്രീലേഖ പറഞ്ഞു വെക്കുന്നത്. ഇത്ര മാത്രമേ ഉള്ളൂ, കൂടുതലുമില്ല കുറവുമില്ല, ഇതിൽ തന്നെ എല്ലാം ഉണ്ട് താനും. അതായത് നന്നായി തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് നല്ല വിജയം നേടിയ 2 വ്യക്തികളാണ് ശ്രീലേഖയും വി രാജേഷും. മൊബൈൽ ഫോൺ എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ കേന്ദ്ര നേതൃത്വം മുന്നോട്ട് വെച്ചത് മേയർ പദവികളാണ്. ഇതിൽ ആർക്ക് വേണമെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാമെന്ന് പറഞ്ഞപ്പോൾ അവർ 2 പേരും പറഞ്ഞു, ഞങ്ങൾ തീരുമാനിക്കുന്നില്ല, ഈ കേന്ദ്രം തന്നെ തീരുമാനിച്ചോളൂ, നിങ്ങൾ തന്നെ തീരുമാനിച്ചോളൂ, ഞങ്ങൾ അത് അനുസരിക്കാനുള്ള പാർട്ടി പ്രവർത്തകരാണ്, നിങ്ങൾ തീരുമാനിച്ചോളൂ എന്ന് പറയുന്നു. അപ്പോൾ കേന്ദ്രം ആലോചിച്ച് കൃത്യമായി ഉത്തരം തേടുകയാണ്, എന്നാൽ വി രാജേഷിന് മേയർ പദവി നൽകാം. കാരണം കഴിഞ്ഞ കുറേ വർഷങ്ങളായി തിരുവനന്തപുരത്തിന്റെ പൾസ് അറിയുന്ന, ഒപ്പം പ്രതിപക്ഷ അംഗങ്ങളുടെയും ഒക്കെ തന്നെ പൾസ് അറിയുന്ന ഒരു നേതാവാണ് വി രാജേഷ്. അതുകൊണ്ട് തന്നെ വി രാജേഷിന് മേയർ പദവി നല്ല കൃത്യമായി തന്നെ വിനിയോഗിക്കാൻ കഴിയും. മാത്രവുമല്ല, ഇനി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ഒരു പക്ഷേ പ്രതിപക്ഷ നിരയിലേക്ക് CPM വരികയാണെങ്കിൽ കൃത്യമായി തന്നെ പ്രതിഷേധങ്ങൾ ഒക്കെ തന്നെ ഉണ്ടാകും, ആരോപണങ്ങൾ ഉണ്ടാകും. അപ്പോൾ അതിനൊക്കെ തന്നെ കൃത്യമായി തന്നെ മറുപടി നൽകാനും ഈ നിയമം നടപ്പിലാക്കാനും ഒക്കെ തന്നെ വി രാജേഷിനെ പോലെ തന്നെ ശക്തനായ ഒരു നേതാവ് വേണം. അതുകൊണ്ട് വി രാജേഷ് തന്നെ മേയർ പദവി കൊടുക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ആ മകൾക്കും, ആ ഇളയ മകനും മറ്റ് ബുദ്ധിമുട്ടില്ല, വിഷമമില്ല എന്ന് പറയുന്നു. അതായത് ശ്രീലേഖയ്ക്ക് കുഴപ്പമില്ല, കാരണം അച്ഛനാണ് ഒരു തീരുമാനമെടുത്തത്, അതായത് കേന്ദ്രമാണ് ഒരു തീരുമാനമെടുത്തിരിക്കുന്നത്, കേന്ദ്രമെടുക്കുന്ന തീരുമാനം എപ്പോഴും കറക്റ്റ് ആണെന്ന് പറയുന്നു. അപ്പോൾ അനാവശ്യമായി നോവിക്കാൻ വന്ന സുഹൃത്തുക്കളും അതുപോലെ തന്നെ വീട്ടുകാരും ആരാണ്? ഇവിടെ മാധ്യമ പ്രവർത്തകരാണ്. അപ്പോൾ ഇക്കാര്യം പറഞ്ഞു വെച്ചിരിക്കണം. അപ്പോൾ ഇനി മേലാൽ വന്ന് ചൊറിഞ്ഞു പോകരുത് എന്നുള്ള അവസാന താക്കീതാണ് ഇപ്പോൾ ശ്രീലേഖ നൽകിയിരിക്കുന്നത്. എന്തിനാണ് മാഡം മാപ്രകളുടെ മൈക്ക് കാണുമ്പോൾ മറുപടി പറയാൻ നിൽക്കുന്നത്? അവഗണിക്കുക. മാഡത്തിന് പറയാനുള്ളത് സോഷ്യൽ മീഡിയ വഴിയോ പാർട്ടി ഓഫീസിനുള്ളിലെ പത്രസമ്മേളനം വഴിയോ മാത്രം പറയുക. ഇഷ്ടം ആദരവ് കൂടുന്നതേ ഉള്ളൂ, എൻ്റെ മാത്രമല്ല കേരളത്തിലെ ജനങ്ങളുടെ. മാഡം മാധ്യമങ്ങളുടെ അജണ്ട മനസ്സിലാക്കി വേണം മറുപടി നൽകാൻ. മാഡം പത്രക്കാർ വന്നു കുത്തിത്തിരിപ്പ് ചോദ്യം ചോദിക്കുമ്പോൾ നോ ആൻസർ. ജനങ്ങളുടെ പ്രശ്നം വല്ലതും നിങ്ങൾക്ക് ചോദിക്കാനുണ്ടോ? ഏത് തിരിച്ചു ചോദിക്കുക. എൻ്റെ പാർട്ടി, എൻ്റെ വ്യക്തി ജീവിതം, ഇതൊക്കെ എൻ്റെ മാത്രം കാര്യമാണ്, ജനങ്ങളുടെ പ്രശ്നങ്ങളുമായി വരൂ എന്ന് പറയുക. ബാക്കി ഒന്നിനും നോ ആൻസർ അല്ലെങ്കിൽ നോ കമൻസ് എന്ന് പറയുക എന്നാണ് പറയുന്നത്. ദ കേരള ടുഡേ 24/7 എന്ന ന്യൂസ് ചാനലിൽ നിങ്ങൾ 16 മിനിറ്റ് സംസാരിച്ചത് ഇങ്ങനെ അല്ലല്ലോ. അതിലുണ്ട് രാഷ്ട്രീയത്തിൽ ഈ ഡിസിപ്ലിൻ വേണ്ടെന്ന നിങ്ങളുടെ പ്രഖ്യാപനം. അതിലുണ്ട് നിങ്ങളുടെ വാക്കുകളെ നിയന്ത്രിക്കാൻ ആർക്കും അധികാരമില്ലെന്ന്. അതിലുണ്ട് നിങ്ങളെ മേയർ പദവി തരാതെ ചതിച്ചു എന്ന്. അതിലുണ്ട് നിങ്ങൾക്ക് വേണ്ട പിന്തുണ കിട്ടുന്നില്ല എന്ന്. അങ്ങനെ സംഘടനയെ പ്രതിക്കൂട്ടിലാക്കുന്ന ഒട്ടേറെ പ്രതികരണങ്ങൾ അതിലുണ്ട്. അതിനുള്ള ന്യായീകരണം ഈ കഥ പോരാതെ വരും. അന്നം കഴിക്കുന്ന ആളുകൾക്ക് അത് കണ്ടാൽ മനസ്സിലാവും താങ്കളിലെ ഉള്ളിലെ പാർട്ടിയെ പ്രശ്നത്തിലാക്കുന്ന ഈ പാരവെപ്പുകൾ. പൂട്ടിനെ പീരയിടുന്ന പോലെ അധികാരമോഹം ഇല്ലെന്ന് പറയുകയും എന്നാൽ നേരെ തിരിച്ചു മോഹങ്ങൾ അറിയാതെ പറഞ്ഞു പോവുകയും നിങ്ങൾ ചെയ്യുന്നു. നിങ്ങൾ ഒന്ന് മനസ്സിലാക്കുക, നിങ്ങൾ BJPയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റാണ്, അല്ലാതെ നിങ്ങളുടെ വെറുമൊരു യൂട്യൂബ് ചാനൽ മുതലാളിയല്ല. ആയിരക്കണക്കിന് പ്രവർത്തകർ ജീവൻ നൽകിയും ചോര നീരാക്കിയും വളർത്തുന്ന വരുന്ന പ്രസ്ഥാനമാണ് നമ്മുടേത്. അതിനെ ഇകഴ്ത്താൻ നിങ്ങൾ കൃത്യമായി മാധ്യമങ്ങൾക്ക് മരുന്നിട്ട് കൊടുത്തിട്ടുമുണ്ട്. നിങ്ങളുടെ പ്രായവും പക്വതയും വെച്ച് നിങ്ങൾ ഇതുവരെ പറഞ്ഞിട്ടുള്ള വീഡിയോസ് ഒക്കെയാണ് കേട്ടു നോക്കൂ. പിന്നെ ആയിരങ്ങൾ
മാധ്യമങ്ങൾ നിങ്ങളുടെ എല്ലാ കലാപരിപാടികൾക്കും ഈ റാൻ മൂളുന്നു എന്ന് കരുതി നിങ്ങൾ സ്വയം ഒരു പ്രസ്ഥാനമാണെന്ന് തെറ്റിദ്ധരിക്കല്ലേ. കാരണം പതിനായിരങ്ങളൊന്നും മിണ്ടാതെ ഇപ്പുറത്ത് നിങ്ങളെ കാണുന്നുണ്ട്, അറിയുന്നു എന്ന് ഓർത്താൽ മതി. പഴയ കുത്തിയോട്ട വിഷയമൊക്കെ ഹിന്ദു മറന്നു എന്ന് കരുതി വീണ്ടും അവരുടെ മേൽ കുതിര കയറരുത്. പാർട്ടിയിൽ എല്ലാ സ്ഥാനവും വന്ന ഉടനെ കിട്ടിയിട്ടും എന്ന് പറഞ്ഞുകൊണ്ട് ഒരാൾ ശ്രീലേഖയെ വിമർശിച്ചുകൊണ്ട് അത് മറുപടി നൽകുന്നുണ്ട്. എന്തായാലും ഇത് എന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ മാത്രം ഉദ്ദേശിച്ചാണ് എന്ന് മാപ്രകൾ പറഞ്ഞുകൊണ്ട് കരയുകയാണെന്ന് പറയുന്നു. പക്ഷെ അച്ഛൻ്റെ നില ഗുരുതരമാണ് എന്ന് പറയുന്നുണ്ട്. എന്തായാലും ഇതൊന്നും മാപ്രകൾക്ക് മനസ്സിലാവില്ല. കുട്ടികൾ കഴിയുന്ന ഭക്ഷണത്തിൽ പോലും വർഗീയത കണ്ടവരാണ്, കുത്തിത്തിരിപ്പ് നടത്തി വയറ്റിപ്പിഴപ്പ് നടത്തുന്നവരാണ്. അധികം വൈകാതെ ജനങ്ങൾ ഇവരെ തള്ളിക്കളയും. ഫേസ്ബുക്ക് തുടങ്ങിയ സമൂഹ മാധ്യമങ്ങളുടെ നേരിൽ സംഭവിക്കും എന്ന് പറയുന്നുണ്ട്. എന്തായാലും ശ്രീലേഖ ഒട്ടും വിടാൻ തുനിഞ്ഞിറങ്ങിയിട്ടില്ല, അതായത് തുനിഞ്ഞിറങ്ങിയിരിക്കുകയാണ്. തനിക്കെതിരെ പടച്ചുവിടുന്ന മാധ്യമ വാർത്തകൾക്കെതിരെ ശക്തമായ ശബ്ദമായി മാറാൻ ശ്രീലേഖ തുനിഞ്ഞിറങ്ങിയിരിക്കുന്നു എന്ന് വ്യക്തമാവുകയാണ് ഇതിലൂടെ.